പല നിറത്തിലുള്ള ആന്തൂറിയം തൈകൾ ഇന്ന് വിപണിയെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും ഉദാഹരണമാണ് പല പല വെറൈറ്റി ആന്തൂറിയംസിൻ്റെ മിനിയേച്ചർ വെറൈറ്റിയും പോട്ട് വെറൈറ്റിയും. അതായത് ഈ കാണുന്ന കണക്കല്ല, ഭയങ്കര ഭംഗിയെന്ന് പറഞ്ഞാൽ ഫ്ലൂറസൻ്റ് കളർ, അതായത് കണ്ണിലും നെഞ്ചത്തും ആഴ്ന്നിറങ്ങത്തക്ക രീതിയിലുള്ള നല്ല അടിപൊളി കളറുള്ള ആന്തൂറിയംസ് ഇന്ന് വിപണിയെ കീഴടക്കുന്നു. അതിനകത്തുള്ള കുറച്ച് പ്ലാന്റുകൾ നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ്. കുറച്ച് സെയിലിനൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന പ്ലാന്റുകളുടെ കൂട്ടത്തിൽ നിങ്ങൾക്കും കൂടെ കാണാനായിട്ട് വെച്ചേക്കുവാണ്. ഇത് ഡാർക്ക് ചെറിയ ചെറിയ പൂക്കളാണ്, പറയുന്ന കണക്ക് ഭയങ്കരമായ വലിയ പൂക്കളല്ല, അത് നല്ല ചട്ടിയിൽ നിറഞ്ഞു നിൽക്കും. അതേപോലെ തന്നെ പ്ലാന്റിനകത്ത് ഒരുപാട് പൂക്കൾ, ചെറിയ ചെറിയ പൂക്കൾ നിറച്ച് പൂത്ത് നിൽക്കുന്ന ഇപ്പോഴത്തെ ട്രെൻഡാണ് ആന്തൂറിയം പോട്ട് വെറൈറ്റി, മിനിയേച്ചർ വെറൈറ്റി ആന്തൂറിയംസ്. ചെറിയ സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത്, ചെറിയ സൂര്യപ്രകാശം, നേരിയ സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് നല്ല നല്ല ചട്ടികളിൽ വെച്ച് വളർത്താൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ പ്ലാന്റാണ് ആന്തൂറിയം. ഇപ്പം തിരിച്ചു വന്ന ഒരു ഇനമാണ്. അതായത് പണ്ട് ഒരുപാട് വെറൈറ്റികൾ നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ചില സമയങ്ങളിൽ ഇതിന് ഡിമാൻഡ് കുറഞ്ഞിരുന്നു. ഇപ്പം വീണ്ടും 6 മുതൽ 10 വരെ വെറൈറ്റികൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. അതിൽ കുറേ വെറൈറ്റികൾ എന്ന് വെച്ചാൽ ഒരുപാട് പ്ലാന്റുകളൊന്നുമില്ല, 100-200 പ്ലാന്റൊക്കെയാണ് ആകെപ്പാട് ഓരോ സെറ്റിലും ബൾക്കായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനകത്ത് തന്നെ അതിൻ്റെ ഡാർക്ക് പിങ്ക് കളറ്, അതേപോലെ തന്നെ ഡാർക്ക് റെഡ്, അതേപോലെ ലൈറ്റ് ഒരു ചെറിയ വയലറ്റ് പോലെ തോന്നിക്കുന്ന ഒരു കളറ്, വെള്ള, നല്ല രസമുള്ള വെള്ള, എല്ലാം ഇതാണ്ട് ഓറഞ്ച്, ഒരു പിങ്ക്, ഈ കളറുകളെല്ലാം ആണ്. ഭയങ്കര ഭംഗിയാട്ടോ, ഒരു രക്ഷയില്ല. അതിനകത്ത് ആ ചെറിയ എന്ന് വെച്ചാൽ പോളിനേഷൻ നടന്ന് ഇതിനകത്ത് സീഡൊക്കെ ഉണ്ടാവുകയും ചെയ്യും. നിറച്ച് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ ഭാവിയിൽ പറ്റും എന്ന് കരുതുന്ന ഒരു പ്ലാന്റാണ് ഇത്. അതിനകത്ത് അഗ്നിഹോത്രി വെറൈറ്റിയും കൂടെ ഒക്കെ ഇറങ്ങണം. അതിനകത്ത് ഭയങ്കര ഭംഗിയായിരിക്കും. അഗ്നിഹോത്രി എന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ വെറൈറ്റിയാണ്. ട്രോപ്പിക്കൽ റെഡ്, അതേപോലെ തന്നെ ലിവർ റെഡ്, അഗ്നിഹോത്രി പണ്ടത്തെ വെറൈറ്റി, അതൊന്നും ഇപ്പോൾ കാണാൻ പോലും ഇല്ല. പഴയ വീടുകളിൽ പഴയ വീടുകളിൽ ഒക്കെ കണ്ടുകൊണ്ടിരുന്ന പ്ലാന്റ്. അതേപോലെ ഇത് ബിർക്കിൻ്റെ വേരിഗേറ്റഡ് ആണ്. അതേപോലെ അതാണ്ട് ഈ കാണുന്നത് ഗോൾഡൻ കാസ്കേഡാണ്. അതിൻ്റെ കുറച്ച് തൈ ഇന്നലെ വന്ന ലോഡിൽ കുറച്ച് വന്നു. അതേപോലെ തന്നെ അതാണ്ട് ഇതാണ് നമ്മൾ ഡാർക്ക് മറൂണും അല്ല ബ്ലാക്കും അല്ല, പേര് ബ്ലാക്കാണ്, പക്ഷേ ഇതൊരു ലിവർ റെഡ് കളറൊന്നും അല്ല കേട്ടോ, ഒരു ഡാർക്ക് ബ്ലാക്ക്, പുതിയ വെറൈറ്റി ആന്തൂറിയമാണ്. വളരെ മനോഹരമായിട്ട് തോന്നിക്കുന്ന ഒരു കളറുകളായതുകൊണ്ടാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചാനലിൽ ഇന്നത്തെ ദിവസം ആന്തൂറിയത്തിന് വേണ്ടി ഒഴിച്ചു വെച്ചിരിക്കുന്നത്. നല്ല വിലയായതിനാൽ കുറച്ച് പ്ലാന്റുകളൊക്കെ ഇത് നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനി അത് ഭാവിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് നമുക്ക് തൈ എടുക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ കുറച്ച് പ്ലാന്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പ്ലാന്റിന് കെയർ എന്ന് പറഞ്ഞതാണ്, ഇതൊക്കെ വരുന്ന കസ്റ്റമേഴ്സ് വന്ന് എടുക്കുന്നതാണ്. പ്ലാന്റിനകത്ത് കുറച്ച് പ്ലാന്റുകൾ ഡിസ്പ്ലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന പ്ലാന്റിൽ നിന്ന് വരെ അവസാനം ഇളക്കി കൊടുക്കേണ്ടി വന്നു. ഇത് നമ്മളെന്ന് പറഞ്ഞാൽ ഓൺലൈൻ നഴ്സറി അല്ല, നമുക്ക് ജസ്റ്റ് ഓൺലൈൻ ഒന്നും ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വീഡിയോ കൊണ്ട് നമ്മൾ ഇച്ചിരി ഓൺലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഓൺലൈൻ ബിസിനസ് അല്ല മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് പ്ലാന്റുകൾ നമുക്ക് കിട്ടാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളെ നഴ്സറിയിൽ വന്ന് ആളുകൾ എടുക്കാറുണ്ട്. അന്നേരം അതാണ് മെയിനായിട്ട്. അതിനിടയ്ക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ വരും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അതനുസരിച്ച് ആളുകൾ വരുമ്പോഴത്തേക്ക് അന്നേരം ഫോൺ ചെയ്യുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടാണ്. അന്നേരം മാത്രമല്ല എന്താ പറയുക, ഓൺലൈനൊക്കെ ആകുമ്പോഴത്തേക്ക് എപ്പോഴും അങ്ങ് ഫോൺ വരുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അല്ലേ. അന്നേരം അതിന് വേണ്ടി ഒരാളെ ഞങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ട്. അതിന് ഉതകുന്ന ഒരാളെ കിട്ടുമായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊരു കോമഡി വരെ നടന്നു. അന്നേരം ലൈവ് ഇവിടെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് നമ്മൾ ഓൺലൈൻ കോമഡി എന്ന് പറഞ്ഞാൽ ചിരിച്ച് മണ്ണ് അപ്പം പോട്ട്, അത് നമുക്ക് പിന്നെ പറയാം. ബോക്സ് എല്ലാം കുറേയൊക്കെ കറക്റ്റായിട്ടൊക്കെ എത്തി, ചില ചിട്ടത്തൊക്കെ ചില ഡാമേജൊക്കെ വരാം. പിന്നെ ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമ്പോഴത്തേക്ക് റോസൊക്കെ ആകുമ്പോഴത്തേക്ക് ഇളക്കിയിട്ടൊക്കെ പ്ലാന്റ് ചെയ്ത ആളുകളുണ്ട്. അന്നേരം മണ്ണൊക്കെ കളഞ്ഞ് വാഷ് ചെയ്തിട്ടൊക്കെ വെച്ച ആളുകളൊക്കെ ഇതിനകത്തുണ്ട്. അന്നേരം ഇത് അതേപോലെ ബിഗോണിയുടെ തൈകൾ കേട്ടോ, 1500 ബിഗോണിയുടെ തൈ വന്നു. ഇന്നലെ വന്ന ലോഡിനകത്ത് വന്നതാണ്. അതുകൊണ്ട് ഓറഞ്ച് പ്ലാന്റ്, അതിൻ്റെ റെഡ്, ഡാർക്ക് റെഡ്, ഇത് ലിവർ റെഡ് പോലെ തോന്നുന്നു, പക്ഷേ നല്ല ഡാർക്ക് റെഡ് ആണത്. കൊള്ളാം, നല്ല ഭംഗിയായിട്ട് തോന്നുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡോഫിൽ M45 എന്ന് പറഞ്ഞ ഫംഗിസൈഡ് കറക്റ്റായിട്ട് മാസത്തിൽ 2 വട്ടം കൊടുക്കുക. 1 വട്ടം കൊടുത്താലും മതി, പക്ഷേ എന്നാലും ഞാൻ പറയുന്നു 15 ദിവസം കൂടുമ്പോഴത്തേക്ക് 2 വട്ടമായിട്ട് കൊടുക്കണം. 1 ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു 4 ഗ്രാം ഇട്ട് നല്ലപോലെ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതേപോലെ തന്നെ
ഒരു മാസത്തിലൊരിക്കൽ ഇൻസെക്ടിസൈഡ് ലൈറ്റായിട്ട്, വലിയ കെയറൊന്നും വേണ്ട, എന്നാലും ഇൻസെക്ടിസൈഡ് ലൈറ്റായിട്ട് ഒരു 2 മില്ലിയോ 3 മില്ലിയോ 1 ലിറ്റർ വെള്ളത്തിലിട്ട് നല്ലപോലെ ഒന്ന് കലക്കിയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഉത്തമമായിരിക്കും. അതേപോലെ തന്നെ 18-9-18 അല്ലെന്നുണ്ടെങ്കിൽ 19-19-19 ഫോളിയാറായിട്ടുള്ള 19-19-19 NPK മിക്സ്ചർ എവിടുന്നെങ്കിലും വാങ്ങാനായിട്ട് ശ്രമിക്കുക. അതിനകത്ത് നിന്ന് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് നല്ലപോലെ കലക്കിയതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് ഫ്ലവർ ചെയ്യാനായിട്ട് അത് സഹായകമാകും. അതേപോലെ തന്നെ നമുക്ക് കടലപ്പിണ്ണാക്കും വേപ്പിണ്ണാക്കും ചാണാനും കൂടെ മിക്സ് ചെയ്ത് 3 ദിവസം വെച്ച്, അതായത് 72 മണിക്കൂർ വെച്ച് അതിൻ്റെ തെളിയെടുത്ത് എത്ര എടുക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് കലക്കി ഓരോ പ്ലാന്റിനും കുറേശ്ശെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല ഗ്രോത്തും നല്ല ഗ്രീനും കിട്ടും. പ്ലാന്റ് നല്ല കാണാൻ നല്ല കൊഴുപ്പായിരിക്കും, പ്ലാന്റ് നല്ല ബുഷി ആയിരിക്കും എന്നർത്ഥം. ഓക്കെ, അന്നേരം അത് വന്നതിന് ശേഷം അതിന് ശേഷമായിട്ട് നമ്മൾ ഫോളിയാർ കൊടുക്കുക, സ്പ്രേ. അത് പൂക്കാൻ വേണ്ടി ഉപകാരപ്പെടും. അത് ഒരുപാട് പേര് ആന്തൂര്യത്തിന് വളർത്തുന്ന ഒരുപാട് ആളുകളിനകത്തുണ്ട്, കാണുന്നവർക്കൊക്കെ മനസ്സിലായി കാണും. അതേപോലെ തന്നെ നമ്മുടെ കോങ്കോ, അതായത് ഡ്വാർഫ് കോങ്കോ എന്ന് പറയുന്ന ഫിലോഡൻഡ്രൻ്റെ കുറച്ച് തൈ കൂടി കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് ആന്തൂറിയം പഴയ വെറൈറ്റി ആന്തൂറിയമാണ്. അതേപോലെ തന്നെ ഇത് ബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. അതേപോലെ തന്നെ പിങ്ക് പ്രിൻസസ്, വൈറ്റ് നൈറ്റ്, വൈറ്റ് വിസാർഡ്, ഫിലോഡൻ, പഴയ വെറൈറ്റികൾ. ഇത് ഇപ്പം നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട്. കുറച്ച് ആളുകൾ ഇത് പഴയ കളക്ടേഴ്സിൻ്റെ കയ്യിലൊക്കെ ഉള്ള പ്ലാന്റാണ്. ഇപ്പോൾ ഇതിപ്പോൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റാണ്. അതിന് ആരുടെയെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇടുന്നതിനായിട്ട് ആവശ്യമുള്ള ചെടികളാണ്. മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനും അതേപോലെ തന്നെ ഈ പ്ലാന്റുകൾ ആരുടെയെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇടാനായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ റെയർ പ്ലാന്റുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപകാരപ്പെടുത്തും. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അന്നേരം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടിപൊളിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു. അന്നേരം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.